ഒറ്റപ്പെടുത്തുന്നു. ഈ ഒറ്റപ്പെടുത്തലാണ് അബണ്ടൻസ്. ഈ ഒറ്റപ്പെടുത്തലാണ് സമൃദ്ധി. നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക്. അതൊരു നല്ലൊരു പോയിന്റാണ്. നമ്മൾ ഒറ്റപ്പെടുന്നതാണ് നമ്മുടെ സമൃദ്ധി എന്ന് പറയുന്നത്. സമാധാനം സമൃദ്ധിയാണ്. എലാബറേറ്റ് ചെയ്യാൻ നമുക്ക് ആ ഒരു സർക്കിൾ വേണ്ടേ? അങ്ങനെ ഒരു സർക്കിൾ വേണ്ടേ? തെറ്റ് പറയാനായിട്ട് എന്തിനാ ഒരു സർക്കിൾ? കൊച്ചു കൊച്ച് കുശുമ്പ് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പേസ് വേണ്ടേ? എന്തിനാ? അതുകൊണ്ട് എന്താണ് പ്രോഫിറ്റ്? എന്താ പ്രോഫിറ്റ്? ഒന്നുമില്ല. നിമിഷ നേരത്തെ ഒരു കുശുമ്പ് പറയുമ്പോൾ ഒരു രസം, ഒരു സമയം കൊല്ലി. ഈ സമയം നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾക്ക് വിനിയോഗിച്ചാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ലേ? എന്നാലും അവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, ഞാനെന്താ രക്ഷപ്പെടാത്തത്? ആ സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കും, ആ കാര്യം നടന്നിരിക്കും, ഉറപ്പാ. രസം കൊല്ലി കൂട്ടിനെ ഒന്നും പിടിക്കണ്ട. അല്ലാതെ തന്നെ നമുക്ക് മാനിഫെസ്റ്റേഷനിലൂടെ നമ്മുടെ പണം, സമ്പത്ത്, ഒരു ജോലി മാത്രമല്ല 5 വിധത്തിലുള്ള വരുമാനം വേണം എന്ന് ഞാൻ പറയാറ്. 5 വിധത്തിലുള്ള വരുമാനം വേണം. 10,000 രൂപയെങ്കിൽ 10,000 രൂപ ഇന്ന് നിങ്ങളുടെ പോക്കറ്റിൽ 1-ാം തീയതിക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലുള്ളവർ പട്ടിണിക്ക് ഇരിക്കാതെ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? അതിൽ തൃപ്തിപ്പെട്ടാൽ നാളെ നിങ്ങൾക്ക് 20,000 രൂപ കിട്ടും. പക്ഷേ അവിടെയും ഈ പൈസ കണ്ടു കഴിയുമ്പോഴേക്കും ഇത് ലോണിന് പോകണം, അല്ലെങ്കിൽ ഇത് റെൻറ്റിന് പോകണം, ഇതങ്ങനെ പോകണം, EMI പോകണം. അവിടെ എങ്ങനെയാണ് വരവ്? കൊടുക്കുന്നതിനെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ എങ്ങനെയാണ് മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുക? ഇതുണ്ട്. ബിക്കോസ് എനിക്ക് ആ ബാങ്കിലേക്ക് കൊടുക്കാൻ, ലോൺ അടക്കുന്നതിന് ആ ബാങ്കിലേക്കാണ് നമ്മൾ കൊടുക്കുന്ന പൈസ. അങ്ങനെ ചിന്തിക്കാൻ പറയാറുണ്ട് ഞാൻ. കാരണം ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ, ധാരാളം പൈസ കുന്നുകൂടുന്ന ഒരു സ്ഥലം തന്നെയാണ്, ഒരു സ്ഥാപനം. അങ്ങനെ നമുക്ക് ചിന്തിച്ചെടുക്കാം. ആ സ്ഥാപനത്തിലേക്ക് നമുക്ക് പൈസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരായി? കോടീശ്വരന്മാരായില്ലേ? അവിടെ അത് വർക്ക് ചെയ്യും. ആ ഒരു ചിന്ത മനസ്സിലേക്ക് എടുക്കുക നമ്മൾ, എന്നിട്ട് കൊടുക്കുക. ചിലപ്പോൾ ലോൺ ഒറ്റപ്പറ്റൊക്കെ ആയിരിക്കും അടക്കാൻ നമ്മുടെ കയ്യിലുണ്ടാവും, വേറെ പൈസയും നമ്മുടെ കയ്യിലുണ്ടാവില്ല. പക്ഷേ ഓട്ടോമാറ്റിക്കലി എവിടെ നിന്നെങ്കിലൊക്കെ കറങ്ങി തിരിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെറിയ ജോബിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ ഒരു പാർട്ട് ടൈമിൻ്റെ ബേസിലോ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് പൈസ വരാൻ തുടങ്ങും. അവിടെയാണ് നേരത്തെ ചോദിച്ച ആ ചോദ്യത്തിൻ്റെ അർത്ഥം. നമ്മൾ തിരിഞ്ഞ് വരിക, പുനർജന്മത്തിലേക്ക് കടക്കുക എന്നുള്ളത്. അവിടെ കർമ്മയെ ക്ലിയർ ചെയ്ത് കഴിയുകയാണ് നമ്മൾ. ഇനി വരുന്ന കർമ്മം നമ്മൾ എത്ര ക്ലിയർ ചെയ്താലും വീണ്ടും വീണ്ടും നമ്മളിൽ കർമ്മം സംഭവിക്കപ്പെടുന്നുണ്ട്, നമ്മൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരായതുകൊണ്ട് തന്നെ. അപ്പോൾ സംഭവിക്കപ്പെടുമ്പോൾ നമ്മൾ അതിനെ ക്ലിയർ ചെയ്ത് സംസാരത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും കാഴ്ചയിലാണെങ്കിലും എല്ലാത്തിലും നമ്മളതിനെ ക്ലിയർ ചെയ്ത് പോകുന്തോറും എന്ത് സംഭവിക്കുന്നു? നമ്മളിലേക്ക് വരുന്ന അബണ്ടൻസ് സമൃദ്ധമായിട്ട്. അബണ്ടൻസ് എന്ന് പറയുമ്പോൾ സമ്പത്ത് മാത്രമല്ല നമ്മളിലേക്ക് ഇടപെടുന്ന ആളുകളിൽ സൗഹൃദങ്ങൾ, സഹോദര്യങ്ങൾ, നമ്മളിലേക്ക് വരുന്ന അവസരങ്ങൾ, ഇതിൻ്റെ എല്ലാം അബണ്ടൻസ് വളരെ മനോഹരമായിട്ട് എന്താ പറയുക, ഒരു സമുദ്രം പോലെ തിരയടിച്ച് നിലക്കാത്ത തിരയായിട്ട് നമ്മളിലേക്ക് ഇനി വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മളതിനെ ആഹ്ലാദിക്കുക. കിട്ടുന്ന ചെറിയ സമ്പത്തിനെയാണെങ്കിലും ചെറിയ സൗഹൃദത്തെ ആണെങ്കിലും ഒരല്പനേരം നമ്മൾ മനസ്സ് വിഷമിച്ചിരിക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ, വാക്കുകൾ കൊണ്ട് സഹായിക്കാൻ വരുന്നൊരു സുഹൃത്തും ഒരു നല്ല സൗഹൃദത്തിൻ്റെ ഒരു അബണ്ടൻസാണ് നമ്മളിലേക്ക് തരുന്നത്. ബന്ധങ്ങളുടെ അബണ്ടൻസാണ് വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ആ ഫീലിങ്സിനെ നമ്മൾ നല്ല ഒരു സമാധാനം, ആശ്വാസം എന്ന് നമ്മൾ തോന്നുന്ന ഒരു ഇതുണ്ടല്ലോ. അവനിപ്പോൾ അത് സംസാരിച്ചത് കൊണ്ട് എൻ്റെ കുറച്ച് ടെൻഷൻ മാറി. അതൊരു സമൃദ്ധിയല്ലേ? അല്ലെങ്കിൽ ആ ടെൻഷനിലിരുന്ന് നമ്മൾ എത്ര ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ എന്തെല്ലാം തലത്തിലേക്ക് പോകും. അപ്പോൾ അതിനെല്ലാം കട്ട് ചെയ്തേക്കണം. അത്തരത്തിലുള്ള എല്ലാ ചിന്തകളെയും കട്ട് ചെയ്യുമ്പോൾ കർമ്മ വീണ്ടും നമ്മളിലേക്ക് പ്രോപ്പറായ രീതിയിൽ നമ്മളെ കൊണ്ടുപോകാനായിട്ട് വരും. മീൻസ് നല്ല രീതിയിലേക്ക് എത്തിക്കുന്ന ആളുകളെ നമ്മളിലേക്ക്, നല്ല സാഹചര്യങ്ങൾ നമ്മളിലേക്ക്, നെഗറ്റീവ് മൊമെൻറ്റ്സൊക്കെ നമ്മളിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി കടന്നു പോകുന്നത് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരുപാട് വലിയ സൗഹൃദത്തിൽ നിൽക്കുന്നതാണ്, പാർട്ടി, മദ്യപാനം, അത് ഇത് ഒക്കെ. ചിലപ്പോൾ നമുക്കൊരു മാറ്റം വന്ന് നമ്മൾ മാറിക്കഴിയുമ്പോൾ കുറേ പേര് ഒഴിഞ്ഞു പോകുന്നത് കാണാം. നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ അങ്ങനെ ഓട്ടോമാറ്റിക്കലി കട്ടാവുന്നത് കാണാം. നമ്മളോർക്ക് ഇവരെല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തുകയാണ്. നമ്മളിൽ ചേഞ്ചസ് വന്നു, ഇങ്ങനെ ആവരുത് എന്നുള്ളതിൻ്റെ ചേഞ്ചസ്, കർമ്മ നമ്മളിൽ ഒരു നല്ല കർമ്മയിലേക്ക് നമ്മൾ കടന്നു. ചേഞ്ചസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെയുള്ള കുറേ ഫ്രണ്ട്സൊക്കെ പോയി, അല്ലെങ്കിൽ അല്ലാതെ തന്നെ നമ്മളിൽ നിന്ന് ചില നല്ല കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ കുറേ ഫ്രണ്ട്സ് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇവർക്ക് നമ്മളെ വേണ്ട, ഒറ്റപ്പെടുത്തുന്നു. ഈ ഒറ്റപ്പെടുത്തലാണ് അബണ്ടൻസ്. ഈ ഒറ്റപ്പെടുത്തലാണ് സമൃദ്ധി. നിങ്ങളുടെ ആഗ്രഹങ്ങളിലേക്ക്, നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് എത്രയും മേൽ ഉയരാൻ സാധിക്കുന്ന അബണ്ടൻസും അതിനുള്ള പ്രോസ്പെറിറ്റിയും ഐശ്വര്യവും നിങ്ങളിലേക്ക് വന്നു ചേരും. പക്ഷെ അതൊരു നല്ലൊരു പോയിന്റാണ്. നമ്മൾ ഒറ്റപ്പെടുന്നതാണ് നമ്മുടെ സമൃദ്ധി എന്ന് പറയുന്നത്. സമാധാനം സമൃദ്ധിയാണ്. കാരണം നമ്മൾ ഈ കാര്യങ്ങളെയൊക്കെ നെഗറ്റീവ്, ഇപ്പോൾ ഒരു ഫ്രണ്ട് നമ്മളോട് നെഗറ്റീവായ ഒരു കമൻറ്റ് പറഞ്ഞു, അതിന് മറുപടി നമ്മൾ അങ്ങോട്ട് പറഞ്ഞു, വീണ്ടും പറഞ്ഞു. ഒരു ദിവസത്തിലെ ഒരു 30 മിനിറ്റെങ്കിലും മറ്റുള്ളവരുടെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനും അവരുടെ തെറ്റുകുറ്റങ്ങളെ
എലാബറേറ്റ് ചെയ്യാൻ നമുക്ക് ആ ഒരു സർക്കിൾ വേണ്ടേ, അങ്ങനെ ഒരു സർക്കിൾ വേണ്ടേ? തെറ്റ് പറയാനായിട്ട് എന്തിനാ ഒരു സർക്കിൾ? അവിടെയല്ലേ നമ്മൾ തിരുത്തലുകൾ എന്ന് പറയുന്നത്. നല്ല സർക്കിൾ എടുക്കൂ, സർക്കിൾ വേണം, ഓഫ് കോഴ്സ് വേണം. നല്ല സർക്കിളിലേക്ക് വരൂ. നെഗറ്റീവ് സർക്കിളിന് എന്തിനാ എടുക്കുന്നേ? എന്നിട്ട് നമ്മുടെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല, കർമ്മം നമ്മളെ പിടികൂടുന്നു, അല്ലെങ്കിൽ മറ്റ് ബന്ധങ്ങൾ നമ്മളിൽ നിന്ന് ബുദ്ധിമുട്ടാക്കുന്നു. നമ്മളെല്ലാം ഒരു നെഗറ്റിവിറ്റി ഇല്ലേ, അപ്പൊ അത് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം വേണ്ടേ? നമ്മളിലെ നെഗറ്റിവിറ്റി എന്തിനാ സ്പെൻഡ് ചെയ്യാനായിട്ട്? അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യന്മാരെ സംബന്ധിച്ച് ഈ കൊച്ചു കൊച്ച് കുശുമ്പ് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ടോക്കിനകത്തും ചെറിയ ചെറിയ രഹസ്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്പേസ് വേണ്ടേ? എന്തിനാ? അതുകൊണ്ട് എന്താണ് പ്രോഫിറ്റ്? എന്താ പ്രോഫിറ്റ്? ഒന്നുമില്ല, നിമിഷ നേരത്തെ ഒരു കുശുമ്പ് പറയുമ്പോൾ ഒരു രസം, ഒരു സമയം കൊല്ലി. ഈ സമയം നിങ്ങൾക്ക് പോസിറ്റീവായ കാര്യങ്ങൾക്ക് വിനിയോഗിച്ചാൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ലേ? നടക്കുമല്ലോ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കണോ, സമയം കൊല്ലണോ, ഏത് വേണം? യുവർ ചോയ്സ്. പക്ഷെ നമ്മൾ കുറെ കാലം കഴിയുമ്പോൾ ഓർത്തു വെക്കുന്ന ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു കുശുമ്പ് പറയുന്നതാണോ ഓർത്തു വെക്കുന്നത്? ആ സർക്കിളിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത സമയം മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ നല്ലതിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറ്. സർക്കിൾ സ്പെൻഡ് ചെയ്തോളൂ. നല്ല സൗഹൃദങ്ങൾ വേണം, നല്ല നല്ല ആശയങ്ങൾ, നല്ല തമാശകൾ, നല്ല വിഷയങ്ങളെക്കുറിച്ച്, സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കുക. അതിലൂടെ നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ പല പല പോയിന്റ്സ് അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. ഇതൊക്കെ നല്ല കാര്യമല്ലേ? പകരം നിങ്ങൾ അവനങ്ങോട്ട് പോയി ഇവനിങ്ങോട്ട് പോയി, അവളത് ചെയ്തു ഇവളെത്തിച്ച്, വാട്ട് ഈസ് ദ യൂസ്? അതുകൊണ്ട് എന്താണ് പ്രോഫിറ്റ്? എന്നിട്ട് മാനിഫെസ്റ്റേഷൻ നടക്കുന്നില്ല, എന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, എല്ലാം ചെയ്യുന്നു, മാനിഫെസ്റ്റേഷനൊക്കെ നടക്കുന്നു. എൻ്റെ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നില്ല, എന്താണെന്ന് അറിയാൻ പാടില്ല. മറ്റൊരാളോട് ഞാൻ കുറേ മാനിഫെസ്റ്റേഷൻ, ആ മാഡം പറഞ്ഞനുസരിച്ച്, ആ സാറ് പറഞ്ഞനുസരിച്ച് ഞാൻ കുറേ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അഫർമേഷൻസ് എഴുതുന്നുണ്ട്, നടക്കുന്നില്ല. എവിടെയാ നിങ്ങളുടെ ഉള്ളിൽ ആ നെഗറ്റീവിൻ്റെ തോട്ട് എവിടെയോ കിടക്കുന്നുണ്ട്. എന്നാലും അവൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്, ഞാനെന്താ രക്ഷപ്പെടാത്തത്? ഈ തോട്ട് കിടക്കുകയാണ്, സംശയത്തിൻ്റെ തോട്ട് കിടക്കുകയാണ്. കാരണം നിങ്ങൾ ഈ കുശുമ്പ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ ഇൻഫോർമേഷനാണ് ഈ സംശയമായിട്ടൊരു സീഡായിട്ട് കയറി കിടക്കുന്നത്. അതവിടെ നിൽക്കുന്നിടത്തോളം നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം നടക്കുമോ? ഇല്ല. അവിടെ എന്തിനാ ഒരാളുടെ ഭാരം, ഒരാളുടെ കർമ്മയെ നമ്മൾ എടുത്തു വെച്ചിട്ട് എന്തിനാണ് രാഹുൽ? അല്ലേ, ഒരാളുടെ കർമ്മയാണത് നിങ്ങളീ പറയുന്നത്. ഓക്കെ, നമ്മൾ ഓഫ് കോഴ്സ് പറയും, കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇതൊക്കെ പറയുന്നതാണ്. പക്ഷെ ഒരു പോയിന്റ് ഉണ്ട്, നമ്മൾക്കിതെന്ന് എപ്പോഴും തെറ്റുകളിലൂടെ സഞ്ചരിക്കണം. ഡെഫിനറ്റ്ലി മസ്റ്റായിട്ട് നിങ്ങൾ തെറ്റുകളിലൂടെ സഞ്ചരിക്കണം. എന്നാലാണ് ശരിയുടെ സുഖം അറിയാൻ പറ്റുള്ളൂ. ശരി സംഭവിക്കപ്പെടുമ്പോൾ നമ്മളിൽ യെസ്, ഞാൻ ആ ഒരു കാര്യത്തിൽ ഇത്രയും പ്യൂറായിട്ട് കാര്യങ്ങൾ ചെയ്തു, മറ്റൊരാളുടെ മുഖത്ത് സന്തോഷം കൊടുക്കാൻ കഴിഞ്ഞു, സമാധാനം കൊടുക്കാൻ കഴിഞ്ഞു. ഈ ഒരു സന്തോഷം നമ്മളിലേക്ക് ഉണ്ടാകുമ്പോൾ അതിലനുഭവിക്കുന്ന നമ്മുടെ ഒരു ഫീലിങ്സ് ഉണ്ട്, ഒരു വൈബ്രേഷൻ ഉണ്ട്. ആ വൈബ്രേഷനിൽ അവിടെ പോസിറ്റീവ് വൈബ്രേഷനാണ് നമ്മളിൽ സംഭവിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നോക്കും, ആ കാര്യം നടന്നിരിക്കും, ഉറപ്പാ. കാരണം നിങ്ങളുടെ ഉള്ളിൽ അപ്പം നിറഞ്ഞു നിൽക്കുന്നത് പോസിറ്റിവിറ്റിയുടെ വളരെ സമൃദ്ധമായ ഒരു പ്രോസ്പെറിറ്റിയാണ്, ഐശ്വര്യമാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഫീലിങ്ങും ഒരാളെക്കുറിച്ച് മോശം പറഞ്ഞിട്ട് ആ സമയം കൊല്ലുന്ന സമയത്ത് അനുഭവിച്ച ഫീലിങ്ങും രണ്ടും രണ്ട് ധ്രുവങ്ങളിലായിരിക്കും. നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുക, അങ്ങനെയാണല്ലോ, എല്ലാവരും വളർച്ചയാണല്ലോ ആഗ്രഹിക്കുന്നത്. ഈ വളർച്ചയിൽ കൂടെ കൂട്ടാൻ പറ്റുന്നവരെ കൂട്ടുക, അല്ലാത്തവരെ മാറ്റി നിർത്തിക്കോളൂ. എന്ന് വെച്ച് അവരുടെ ദുഷിപ്പ് പറയണമെന്ന് യാതൊരു നിർബന്ധമില്ലല്ലോ. എന്തിനാണ്? അതുകൊണ്ട് എന്താ നേടുന്നേ? നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് അവരെ നേർവഴിക്ക് നടത്താൻ പറ്റുമോ? അതൊന്നും സാധിക്കില്ല. പിന്നെ എന്തിനാണ്? തിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പറയുക. അവർ തിരിയുന്നില്ലേ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അതായത് നമ്മുടെ മനസാക്ഷി, സോള് പോലും നമ്മളോട് 3 ആവർത്തിയേ പറയുന്നുള്ളൂ, അങ്ങനെ ചെയ്യരുത്, അതിലേക്ക് പോവരുത്. നമ്മൾ വീണ്ടും മനുഷ്യരുടേതായ ആ ഒരു അഹങ്കാരം കൊണ്ടിട്ട് നമ്മൾ വീണ്ടും അതിലേക്ക് സഞ്ചരിച്ച് കഴിയുമ്പോൾ എന്താ, നമുക്കതിൽ നെഗറ്റീവായ റിസൾട്ട് വരും. അപ്പോൾ മനസ്സ് പറഞ്ഞിരുന്നതാണ്, ചെയ്യണ്ട പോകണ്ടെന്ന് മനസ്സ് പറഞ്ഞിരുന്നതാണ്, കേട്ടാൽ മതിയായിരുന്നു, ചെയ്താൽ മതിയായിരുന്നു, ഇതൊക്കെ നമ്മൾ പരിതപിക്കും. പക്ഷെ ഫസ്റ്റ് നമ്മൾ കേട്ടോ? ഇല്ല. അപ്പോൾ എന്തിനാണ് ആ നെഗറ്റീവിനെ എടുത്ത് വെക്കുന്നത്? കേട്ടിരുന്നെങ്കിൽ നമ്മളിൽ ആ നെഗറ്റിവിറ്റി സംഭവിക്കപ്പെടില്ലായിരുന്നു. അപ്പോൾ നമ്മളുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ഉപദേശിക്കുന്നത് പോലെ തന്നെ നമ്മുടെ കോൺഷ്യസ് ബ്രെയിൻ എന്തുകൊണ്ട് നമ്മളെ ഉപദേശിക്കുന്നില്ല? ആ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ ആ രസം കൊല്ലി കൂട്ടിൽ കൂടുമ്പോൾ എന്തിനാ നമ്മുടെ മനസ്സ് വേണ്ട, നമ്മളതിൽ മറ്റുള്ളവരെ തിരുത്താൻ പറ്റിയില്ലെങ്കിലും ഞാനില്ല, അത് വേണ്ട, വിട്ടേരാം,
എന്താണ് അതിൽ നിന്ന് എനിക്ക് എപ്പോഴും സംശയമുള്ളൊരു, നമ്മളൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മളതൊക്കെ സംസാരിച്ചിട്ടുള്ള ഇവല്യൂഷൻ സ്റ്റേജുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അതെ അതെ, പരിണാമം സംഭവിക്കുന്നതിനോടനുബന്ധിച്ച് മനുഷ്യരിൽ സംഭവിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെയാണ് ഈ തിരിച്ചറിവിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ സമൃദ്ധമായ ആ ഒരു ജീവിതത്തിൻ്റെ ലൈനിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുന്നത്. ജീവിതത്തിനെ റൂട്ട് തിരിക്കുക എന്ന് പറയില്ലേ, ഈ റൂട്ട് തിരിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നെഗറ്റിവിറ്റി മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്താണോ അതിലേക്ക് കറക്റ്റ് വൈബ്രേഷൻ കൊടുക്കുക. വൈബ്രേഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ആ വൈബ്രേഷൻ കൊടുക്കുക, ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള ആ വൈബ്രേഷൻ കൊടുക്കുക. ജസ്റ്റ് ആ ചിന്തിച്ചാൽ മതി. അതിൻ്റെ ഡോക്ടർ പി വിജയൻ സാർ പറയുന്ന പോലെ നിങ്ങളൊരു പുളി കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ പുളിയുടെ രുചി നിങ്ങൾ നാവിൽ എടുക്കുക. പുളി ഉണ്ടാവില്ല, നെല്ലിക്ക ഉണ്ടാവില്ല, പക്ഷെ ആ നാവിലെടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ഗൂസ് ബംസ് പോലെ പുളിയൊക്കെ കടിക്കുമ്പോൾ നമുക്കൊരു വെള്ളം വരും. ഇപ്പൊ പുളിയുടെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫീൽ ചെയ്യും. ഇത് നിങ്ങൾ ഫീൽ ചെയ്യണം. സമ്പത്തിന്റെ കാര്യത്തിലും അതെ. ആ ഇങ്ങനെ നോട്ട് എണ്ണുമ്പോൾ ഉള്ളൊരു ശബ്ദമുണ്ട്, അതിൻ്റെ ഒരു സ്മെല്ലുണ്ട്. ATM ൽ ഇങ്ങനെ നോട്ട് വന്ന് വീഴുമ്പോൾ ഉള്ള ഒരു ശബ്ദമുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആ മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. വേറെ എല്ലാത്തിനെയും മാറ്റി നിർത്താൻ പറ്റും. നിങ്ങൾക്ക് ആ ഇമാജിനേഷനിൽ അല്ലെങ്കിൽ ആ ശബ്ദത്തിൽ നിങ്ങളിങ്ങനെ മുഴുകിയിരിക്കും. ആ ഒരു മെഡിറ്റേഷനിൽ, അതായത് മണി മെഡിറ്റേഷനിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ ശബ്ദത്തെ ഇങ്ങനെ കേട്ടിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ശ്രദ്ധ തിരിക്കാൻ പറ്റില്ല. അവിടെ ഒരു ATM കൗണ്ടറും ഇല്ല, അവിടെ ഒരു പൈസ ഇങ്ങനെ വീഴുന്നുമില്ല, ഒന്നുമില്ല. പക്ഷേ ആ ശബ്ദം നിങ്ങൾക്ക് അറിയാം, ബിക്കോസ് നിങ്ങളത് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളൊരു 10,000 രൂപയാണ് എടുക്കാനുള്ള ഒരു അത്ര മിനിറ്റ്സ് അല്ലെങ്കിൽ അത്രയും സെക്കൻഡ്സിലാണ് ആ 10,000 രൂപ വന്ന് വീഴുന്നതെങ്കിൽ നിങ്ങളൊരു 50,000 രൂപ എടുക്കുന്ന ആ ഒരു മിനിറ്റിനെ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, സെക്കൻഡ്സിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു മിനിറ്റ് കൊണ്ട് 50,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വന്ന് വീണു, അല്ലെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് അക്കൗണ്ടിൽ വന്ന് വീണു. എടുക്കുന്നത് ചിലപ്പോൾ 5,000 ആയിരിക്കാം, സങ്കല്പിക്കുന്നത് അതായിരിക്കും. ഓട്ടോമാറ്റിക്കലി ഇത് സംഭവിക്കപ്പെടും. അവിടെ ഈ പറയുന്ന രസംകൊലി കൂട്ടിനെ ഒന്നും പിടിക്കണ്ട. അല്ലാതെ തന്നെ നമുക്ക് മാനിഫെസ്റ്റേഷനിലൂടെ നമ്മുടെ പണം, സമ്പത്ത്, പണം മാത്രമല്ല മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാവരും, ചിലരുണ്ട് ബന്ധങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാറുണ്ട്. അതായത് ആരുമില്ലാത്ത കുറേ ആളുകളുണ്ടല്ലോ, മക്കൾ വരിക, അതായത് വിദേശത്തൊക്കെ മക്കൾ, അവർക്ക് വരാൻ ലീവൊന്നും കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അവർക്ക് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കാൻ പൈസ പോലും ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ എങ്ങനെയൊക്കെയോ അത് സംഭവിക്കപ്പെടും. കാരണം ഇവിടെ ഇരുന്ന് അമ്മയോ അല്ലെങ്കിൽ മറ്റ് അവരുടെ ബന്ധുമിത്രാദികളോ ആരെങ്കിലും ഒക്കെ അവർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കേട്ടോ, ബന്ധുമിത്രാദികൾ കണ്ടിരുന്നെങ്കിൽ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാൻ ഇവരുടെ എനർജി അവിടെ വർക്ക് ചെയ്യും. ബിക്കോസ് ഇവർ ആ വൈബ്രേഷൻ, ആ ഒരു സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും അവരെ കാണുമ്പോഴുള്ള ആ ഒരു വൈബ്രേഷൻ അവരിൽ സംഭവിക്കപ്പെടുന്നുണ്ട്. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു വൈബ്രേഷനുണ്ട്. എൻ്റെ പ്രോഡക്റ്റ് എല്ലാം വിറ്റുപോയി, എൻ്റെ പ്രോഡക്റ്റിന് കുറേ ഓർഡേഴ്സ് വരുന്നു. ഫോൺ റിങ് ചെയ്യുമ്പോഴൊക്കെ വെറുതെ പരസ്യത്തിന് ഫോൺ റിങ് ചെയ്യുകയാണെങ്കിലും ചിന്തിക്കുകയാണ് എൻ്റെ ഓർഡറിന് വേണ്ടി വിളിക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ചിന്തിച്ച് അത് ഓട്ടോമാറ്റിക്കലി 5,000 ബോട്ടിൽസ് അല്ലെങ്കിൽ 5,000 രൂപയുടെ ഒരു ഓർഡർ വരുന്നിടത്ത് അത് 50,000 ആവാൻ അധികം താമസം വേണ്ട. കാരണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വളരെ വൈബ്രേഷനോട് കൂടിയാണ് ആ കാര്യത്തെ ഉള്ളിലേക്ക് എടുക്കുന്നത്, ചിന്തിക്കുന്നത്. ആരെയും ചതിക്കാനും വഞ്ചിക്കാനും കൊല്ലാനും കൊലപാതകം നടത്താനും ഒന്നുമല്ല. അപ്പോൾ അവിടെ ഈ സംഭവം വർക്ക് ചെയ്യും. ആ ഒരു വൈബ്രേഷനാണ് നമ്മൾ പറയുന്നത് മാനിഫെസ്റ്റേഷനിൽ വൈബ്രേഷൻ വേണം എന്നുള്ളത്. കുറേ ധാരാളമായിട്ട് എഴുതി കൂട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല, വിഷ്വലൈസ് ചെയ്തിട്ടും കാര്യമില്ല. പിന്നെ ഉറങ്ങാൻ സമയത്തുള്ള വിഷ്വലൈസേഷനുണ്ട്, വാട്ടർ മാനിഫെസ്റ്റേഷനുണ്ട്. ഇതെല്ലാം ആ സമയത്ത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്, നമ്മൾ ആൽഫ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ചിന്തിക്കേണ്ടത്, നമ്മൾ ഉറങ്ങുന്ന ആ ഇതിൽ നമ്മുടെ ദിവസത്തെ മൊത്തം കാര്യങ്ങളുണ്ടാവും ചിന്തിക്കാൻ. നാളെ ധാരാളമായിട്ട് ബാധ്യതകൾ തീർക്കാനും ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ എന്നാൽ കൂടിയും നമ്മളിലേക്ക് സമ്പത്ത് വരുന്നതിൻ്റെ ബന്ധങ്ങൾ, ഇപ്പം നല്ലൊരു വിവാഹം നടക്കണം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ് ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെയുള്ള നല്ല നിമിഷങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ പാർട്ട്ണർ ആരാണ്, എന്താണെന്നൊന്നും അറിയില്ല. പക്ഷേ ആ നല്ല നിമിഷങ്ങൾ, നിങ്ങൾ യാത്ര പോകുന്നത് അല്ലെങ്കിൽ ആ കുടുംബമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻസ്, ഇതൊക്കെ നിങ്ങൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുക, ആസ്വദിക്കുക. അതിനുശേഷം നിങ്ങൾ അതിനെ ആ ഒരു വൈബ്രേഷനിലൂടെ അതിലൂടെ നിങ്ങൾ ഉറക്കത്തിലേക്ക് പോയാൽ, അതുപോലെ തന്നെ സമ്പത്തിൻ്റെ കാര്യത്തിലും ആ ഒരു വൈബ്രേഷനിലൂടെ ഉറക്കത്തിലേക്ക് പോയാൽ അതവിടെ വർക്ക് ചെയ്യും. സബ് കോൺഷ്യസ് മൈൻഡിന് നമ്മൾ പറയുന്നതാ കാര്യം, അതവിടെ ഇരുന്നിട്ട് വർക്ക് ചെയ്തിട്ട് കോൺഷ്യസ് മൈൻഡിലേക്ക് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് വരിക. ഇന്നത്തെ കാലത്ത് എത്രയോ ഐഡിയാസ് ഉണ്ട്. ഒരു ജോലി മാത്രമല്ല, 5 വിധത്തിലുള്ള വരുമാനം വേണം എന്ന് ഞാൻ പറയാറ്. 5 വിധത്തിലുള്ള വരുമാനം വേണം. നമ്മളുടെ ടൈം അവിടെ നമുക്ക് 5 വിധത്തിലുള്ള വരുമാനം എന്ന് പറയുമ്പോൾ നമ്മുടെ 24 മണിക്കൂർ, എല്ലാവർക്കും 24 മണിക്കൂർ തന്നെ ഉണ്ട്. 8 മണിക്കൂർ സ്വസ്ഥമായി നിങ്ങൾ ഉറങ്ങിക്കോളൂ. 16 മണിക്കൂർ നിങ്ങൾ 5 വിധത്തിലുള്ള വരുമാനത്തിന് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. അത് അടുത്തൊരു അധ്യായത്തിൽ ഞാൻ വ്യക്തമായി അതിനെക്കുറിച്ച് പറയാം.
അപ്പോൾ മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യില്ല എന്നുള്ളതല്ല, എന്നാൽ വർക്ക് ചെയ്യുകയും ചെയ്യും, വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യും. നമ്മളാണ് അതിൻ്റെ ഓണർ, നമ്മളാണ് അതിന്റെ കീ, ചാവി. നമ്മൾ ആ ചാവി ഇട്ട് എങ്ങനെ തുറക്കണം എന്നുള്ളത്, ചിലത് 2 ലോക്ക് ഉണ്ടാവും, ചിലത് 3 ലോക്ക് ഉണ്ടാവും. 3 ലോക്ക് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് വേറൊരു ലോക്ക് ഉണ്ടാവും. നമ്മൾ റൈറ്റിലേക്ക് തന്നെ തിരിച്ചിട്ടിരിക്കും. പറ്റില്ല. ഈ ലെഫ്റ്റിലേക്കുള്ള അതിൻ്റെ കറക്റ്റ് ലോക്കിൽ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് സംഭവിക്കപ്പെടും. അവിടെ കർമ്മയും ഇങ്ങനെ കണക്ട് ചെയ്യും. കർമ്മ നന്നായിരുന്നാൽ നമ്മുടെ ശിഷ്ടജീവിതത്തിൽ കിട്ടുന്ന എല്ലാ റിസൾട്ടും നന്നായിട്ട് തന്നെ വരും. അവിടെയാണ് പുനർജന്മത്തിലേക്ക് വരുമ്പോൾ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം. മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യും.